തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര പഞ്ചായത്ത് യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU ചേലക്കര പഞ്ചായത്ത് യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം ബ്ലോക്ക് പെൻഷൻ ഭവൻ കോളത്തൂരിൽ വെച്ച് നടന്നു. പരിപാടിയിൽ 2024 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് മാസ്റ്റർ നിർവഹിച്ചു. വിവിധ ട്രേഡ് യൂണിയനുകൾ അതിശക്തമായ ഒരു പ്രതിഷേധ സമരം നടത്തി. വലിയ തോതിലുള്ള ഒരു സമരം 25-26 നമ്മൾ അതിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ആ സമരം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ നടത്തിയ 33ാമത്തെ സമരമായിരുന്നു. ഇതിന് അവകാശങ്ങൾ സംരക്ഷിച്ചിരിക്കണം എന്നാണ് ആവശ്യം. അവകാശങ്ങൾ തട്ടിത്തെറിപ്പിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഒരു രീതിയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ലാൽസൺ ആൻഡ് ടുബാക്കോ കമ്പനിയുടെ മാനേജർ പറഞ്ഞത് ഒരാഴ്ച 90 മണിക്കൂർ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഗവൺമെന്റ് ഉത്തരവുണ്ടാകണം. ഒരാഴ്ച 90 മണിക്കൂർ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15 മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് അതിനർത്ഥം. അതിപ്പോ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഔട്ട്സോഴ്സിംഗിന്റെ ഭാഗമായിട്ട് വർക്ക് ഫ്രം ഹോം എന്നാണ് അതിന്റെ ഓമന പേര്. ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നതാണ്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ചിലര്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ. നമ്മുടെ വൻകിട കമ്പ്യൂട്ടർ കമ്പനികള് അതിന് ചില സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന കസേരയിൽ തന്നെ ഭക്ഷണവും ചായയും ഒക്കെ കൊണ്ടുവന്നോളൂ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അവരവിടുന്ന് എഴുന്നേറ്റ് പോകാതിരിക്കാനാണ്. രാവും പകലും ഇല്ലാതെ രാത്രി വരെ 10 മണി വരെ അല്ലെ 12 മണി വരെ അമേരിക്കയിലെ യൂറോപ്പിലെ കമ്പനികളാണെങ്കിൽ അവർ ഉറങ്ങുന്ന സമയം ഫ്രീയും അവര് എഴുന്നേറ്റ് നിൽക്കുന്ന സമയം വർക്കിംഗ് ടൈമാണ്. അപ്പം രാത്രിയിലാണ് പലപ്പോഴും പണിയെടുക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതി വ്യാപകമായിട്ടുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികൾ ലോകത്തെമ്പാടും, യുവാക്കള്, അഭ്യസ്തവിദ്യരായ ആളുകള് ലോകത്തെമ്പാടും ഇങ്ങനെയുള്ള പണികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് ടി മോഹൻദാസ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K ശ്രീധരൻ അനുശോചനമർപ്പിച്ച് സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബേബി KJ വാർഷിക റിപ്പോർട്ടും ട്രഷറർ PP രമണി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി P ഗോവിന്ദൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് നിരീക്ഷകൻ KC ഉണ്ണി മാസ്റ്റർ, പഴയന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കല്യാണിക്കുട്ടി ടീച്ചർ, രക്ഷാധികാരി V ജനാർദ്ദന മാസ്റ്റർ, CK രത്നവതി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മാസം നീണ്ടാലും 2-3 മാസം നീണ്ടാലും നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് വാങ്ങുക തന്നെ വേണം. നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാനും സംസാരിക്കാനും അടുത്തിടപെടാനുമുള്ള സൗകര്യം കിട്ടും. വീട്ടിലിരിക്കുന്നതിനേക്കാളും ഏതാണ് ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, സന്തോഷങ്ങൾ ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കല്. അപ്പൊ നമുക്ക് വളരെയധികം ടെൻഷൻ കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ വയോജനത്തിൽ വന്ന ഡോക്ടർ പറഞ്ഞു ഇന്ററാക്ഷൻ വേണം. ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പല ടെൻഷനും കുറഞ്ഞു കിട്ടും. വീട്ടില് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടുതൽ ചെയ്യുള്ളൂ പാടില്ല. അപ്പൊ എല്ലാവരും ഈ സമ്മേളനങ്ങൾക്ക് വരണം. ന്യൂസ് ഡെസ്ക് CCV.